മൊബൈൽ ഫോൺ മാറ്റിവെച്ച് ശുചീകരണ പ്രവർത്തനങ്ങളുമായി മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപക വിദ്യാർത്ഥികൾ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ 3ാം ദിവസമായ ചൊവ്വാഴ്ച കിടങ്ങൂർ കാവാലിപ്പുഴ കടവ് ശുചീകരണം നടത്തുകയായിരുന്നു വിദ്യാർത്ഥികൾ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവുമായി അധ്യാപക വിദ്യാർത്ഥികളും അധ്യാപകരും സ്റ്റാഫും ഒരു ദിവസത്തെ മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കി. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. പല നാട്ടിൽ നിന്നും പല ആൾക്കാരോട് വരുന്നുണ്ട്. വന്നിട്ട് അവർ സാധാരണ അവരുടെ കൾച്ചർ അനുസരിച്ച് ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കുകളെല്ലാം ഇവിടെ ഇട്ടേറ്റ് പോകുന്നു. ഞങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനമെടുത്തു. കാവേലിപ്പുഴയുടെ തീരങ്ങൾ വീണ്ടും മനോഹരമാക്കി കൂടുതൽ ആൾക്കാരുടെ വരത്തക്കവണ്ണം ഇതിന് സൗന്ദര്യം ആസ്വദിക്കത്തക്കവണ്ണം ഇവിടെയുള്ള ഞങ്ങളെല്ലാ കുട്ടികളും പേരൻസ് ടീച്ചേഴ്സും ഉണ്ട്. ടീച്ചേഴ്സ് എല്ലാവരും നേതൃത്വത്തിൽ 50 കുട്ടികളും 8 ടീച്ചേഴ്സും ഉണ്ട്. 8 ടീച്ചേഴ്സും കൂടി ഇതെല്ലാം ക്ലീൻ ചെയ്യുകയാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ ഇപ്പോൾ മൊബൈലിൻ്റെ അതിപ്രസരണമാണെന്ന് നമുക്കറിയാമല്ലോ. ആ മൊബൈലിൻ്റെ കൺട്രോൾ ചെയ്ത് മൊബൈൽ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശീലം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അത് പഠനത്തെയും അവരുടെ സ്വഭാവത്തെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവർക്കത് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കുട്ടികളോട് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ആരും മൊബൈൽ ഉപയോഗിക്കുന്നില്ല. പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു കൊച്ചാങ്കുന്നലിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളും അധ്യാപകരും മീനച്ചിലാറിന തീരത്തെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ കാവാലിപ്പുഴ കടവ് ശുചീകരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു.